നമസ്കാരം. പ്രധാന വാർത്തകൾ. ഡി-സോൺ സംഘർഷം, 10 SFIക്കാർക്കെതിരെ കേസ്. കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ നിദ ഫാത്തിമ, KSU പ്രവർത്തകനായ ഷാജി എന്നിവരുടെ പരാതിയിലാണ് SFI പ്രവർത്തകരായ ആശിഷ്, റിസ്വാൻ, മനീഷ് ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസെടുത്തത്. മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി ആരോപിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ അന്യായമായ സംഘം ചേരൽ, മനഃപൂർവ്വമായ നരഹത്യാശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇതിൽ ആശിഷിന് KSU പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പോലീസ് ചുമത്തിയ കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുലടക്കം റിമാൻഡിൽ കഴിയുകയാണ്. കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും, അംഗൻവാടിയിൽ ഭക്ഷ്യവിഷബാധ. ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികളിൽ ചിലർക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. കോഴിക്കോട് ബേപ്പൂർ ആമക്കോട്ട് വയൽ അംഗനവാടിയിലാണ് സംഭവം. ആകെ 22 കുട്ടികളാണ് ഇവിടെയുള്ളത്. ഇതിൽ 7 പേർക്കാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഉച്ചയ്ക്ക് വിളമ്പിയ ക്യാരറ്റ് ഉപ്പേരിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. തീവ്രവാദ വിരുദ്ധ സേനയും പോലീസും നടത്തിയ റെയ്ഡ്. കൊച്ചിയിൽ 27 പേർ പിടിയിൽ. അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് പൗരന്മാരായ 27 പേരെയാണ് പോലീസ് പിടികൂടിയത്. മുനമ്പത്ത് നിന്നാണ് ഇവരെ ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ പിടികൂടിയത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേനെ മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു. സ്ത്രീകളടക്കം പിടിയിലായെന്നാണ് വിവരം. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്തതിൽ 23 പേരെ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിട്ടു. പിടിയിലായവർ ചിലർ 1 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട്. കൂലിപ്പണി ചെയ്താണ് ഇവർ ഉപജീവനത്തിന് പണം കണ്ടെത്തിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 15കാരന്റെ മരണം, ആരോപണങ്ങൾ നിഷേധിച്ച ഗ്ലോബൽ സ്കൂൾ. എറണാകുളം തൃപ്പൂണിത്തറയിൽ 15കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടിമരിച്ച സംഭവത്തിൽ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുത്തു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഗ്ലോബൽ സ്കൂൾ നിഷേധിച്ചു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുമായി പോലീസ് സംസാരിക്കും. സ്കൂളിൽ പ്രാഥമിക പരിശോധന നടന്നു. സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ജനുവരി 15 ഫ്ളാറ്റിന്റെ 26ാം നിലയിൽ നിന്ന് ചാടിയാണ് വിദ്യാർത്ഥി മരിച്ചത്. മകൻ ക്രൂരമായ റാഗിങ്ങിന് ഇരയായെന്ന് അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിവാദങ്ങൾക്കുമിടയിൽ കോട്ടയം നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന്. 211 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് വിവരം പുറത്തുവന്നതിനു ശേഷം ആദ്യമായാണ് നഗരസഭാ കൗൺസിൽ യോഗം ചേരുന്നത്. തദ്ദേശ വകുപ്പ് ഓഡിറ്റിലാണ് കോട്ടയം നഗരസഭ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 211 കോടി രൂപ കാണാനില്ലെന്ന് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പ്രതിപക്ഷം ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കും. നഗരസഭയിലെ സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും LDF കൗൺസിലർമാർ ആവശ്യപ്പെടും. ക്രമക്കേട് വിവരങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും UDF ഭരിക്കുന്ന നഗരസഭ ഉത്തരം നൽകിയിട്ടില്ല. തദ്ദേശ വകുപ്പിന്റെ അന്വേഷണത്തിനൊടുവിൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് മറുപടി മാത്രമാണ് ചെയർപേഴ്സൺ നൽകിയിട്ടുള്ളത്. നഗരസഭയ്ക്ക് പുറത്ത് LDF നടത്തുന്ന സമരങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൗൺസിൽ യോഗം ചേരുന്നത്.